മുൻപേ നടക്കുക. നമ്മൾ പലപ്പോഴും ഒരു മീറ്റിങ്ങിന് പോയാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരു ആഘോഷത്തിന് പോയാലൊക്കെ ഏറ്റവും പിറകിലോട്ട് നിൽക്കാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. നമ്മളും പിറകിലോട്ട് നിൽക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെയും പിറകിലോട്ട് നിർത്തും. അങ്ങനെ കുഞ്ഞുങ്ങളെ പിറകിലോട്ട് നിർത്തുമ്പോൾ പിന്നെ അവർക്ക് മുന്നിലോട്ട് പോയി നിൽക്കാനൊരു താല്പര്യം, അവരും അങ്ങനെ കണ്ടീഷൻ ചെയ്ത് വരും. അത് പാടില്ല. നമ്മളോ പിറകിലോട്ട് പോയി ജീവിതത്തിൽ, മക്കളെങ്കിലും മുന്നിലോട്ട് പോട്ടെ. അങ്ങനെ അവർ മുന്നിലോട്ട് പോകണമെങ്കിൽ വളരെ കുഞ്ഞുനാൾ മുതൽ അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടണം, അതിനുള്ള ശീലങ്ങൾ അവരിലുണ്ടാകണം. അപ്പോൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓരോ നിമിഷവും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകലാണ്. അങ്ങനെ മനസ്സിനെ കൊണ്ട് മുന്നോട്ട് പോവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനെ കണ്ടീഷൻ ചെയ്യേണ്ടതുണ്ട്, പരുവപ്പെടുത്തിയെടുക്കണം. അങ്ങനെ പരുവപ്പെടുത്തിയെടുക്കണമെങ്കിൽ മുന്നോട്ടാണ് യാത്ര. അയ്യേ, ഞാനിത് ചെയ്യാൻ പാടുണ്ടോ, എനിക്കെന്താ ഇങ്ങനെ, നാണക്കേടില്ലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് കരുതും, അയ്യേ ഞാൻ ഈ വസ്ത്രം ഇടണോ, ഞാനിത് ചെയ്യണോ, ഞാൻ ഈ ആഹാരം കഴിക്കണോ, ഞാൻ ഇങ്ങനെ ചിരിക്കണോ, ഞാൻ ചിന്തിക്കണോ, ഞാൻ ഇങ്ങനെ നോക്കിയാൽ അവർക്ക് എന്ത് തോന്നും, ഇങ്ങനെ ഓരോ നിമിഷവും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ചിന്തിക്കുമെന്ന് നോക്കി അയ്യോ അവർക്കുള്ള സീറ്റല്ലേ. ഒന്നുമല്ല, എല്ലാ സീറ്റും നമുക്കുള്ളതാണ്, എനിക്കുള്ളതാണ് എന്ന് ചിന്തിക്കുക. മുന്നോട്ട് തന്നെ പോവുക. ഓരോ സാഹചര്യത്തിലും പിന്നോട്ട് പോകരുത്. എവിടെ ചെന്നാലും, വേദിയിൽ ചെന്നാൽ, സദസ്സിൽ ചെന്നാൽ, എവിടെ ചെന്നാലും ഒരു ഔചിത്യം വേണം, അത് പ്രധാന കാരണം. പക്ഷേ അതോടൊപ്പം തന്നെ മുന്നോട്ട് എന്നുള്ള ചിന്തയായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ എല്ലാം മുന്നോട്ടേക്കാണ്. അപ്പം നമ്മൾ മുന്നോട്ട് പോകണം. ഓരോ വ്യക്തികളും മുന്നിലേക്ക് വരുന്നപ്പോഴും അങ്ങനെ എല്ലാവരും വന്ന് നോക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എല്ലാവരും കൂടി ഒരിടത്തേക്ക് മുന്നിലേക്ക് വന്നാൽ ഒരെണ്ണം അല്ല, ആയിരക്കണക്കിന് അവസരങ്ങളുണ്ട്, 10,000-കണക്കിന് മേഖലകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോരുത്തർക്ക് ഓരോ രൂപത്തിൽ മുന്നിലേക്ക് വരാൻ പറ്റും. കല, സാഹിത്യം, ഭാഷ തുടങ്ങി കായികം, എത്ര മേഖലകളുണ്ട്. എല്ലാ മേഖലകളിലും ആളുകൾക്ക് മുന്നിൽ വരാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ ഇടത്തായി നമ്മൾ മുന്നിൽ വരേണ്ടതുണ്ട്, മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട്. ഒരു സാഹചര്യത്തിലും പിന്നോട്ട് പോകരുത്. നമുക്ക് പിന്നോട്ട് പോകാനല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഈ ഭൂമിയിലെ ഒരു ഭാഗവും. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, ഓരോ നിമിഷവും മുന്നോട്ട്.